അതായത് ഹാളൻഡാണ് വേൾഡ് കപ്പ് എടുത്തത്. ഹാളൻഡ് നോർവേനെ കൊണ്ട് എന്ത് ചെയ്ത് മെസ്സി കഷ്ടപ്പെട്ട അതേപോലെ തന്നെ ഹാളൻഡും നോർവേ എന്ന് പറഞ്ഞ ടീമിനെ കൊണ്ട് കഷ്ടപ്പെട്ടത് വേൾഡ് കപ്പ് എടുപ്പിച്ച്. മെസ്സി ചെയ്ത എല്ലാ അച്ചീവ്മെന്റ്സും ഹാളൻഡും ചെയ്തു. അതേപോലെ തന്നെ നേരെ തിരിച്ചും, അതായത് മെസ്സിയാണ് എന്ത് ചെയ്തത്, ലോകത്തിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് ലീഗായ പ്രീമിയർ ലീഗ് ടൈറ്റിൽ നേടും. അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും വലിയ ടൂർണമെന്റ് ആയ ക്ലബ് തലത്തിലെ ഏറ്റവും വലിയ ടൂർണമെന്റ് ആയ ചാമ്പ്യൻസ് ലീഗ് നേടും. അതേപോലെ തന്നെ ആ ഒരു വർഷത്തെ ട്രിബിള്, അതെന്താണ് പറയാ, മാഞ്ചസ്റ്റർ സിറ്റി ആ ഒരു വർഷത്തെ ട്രിബിള് നേടി. അല്ലെങ്കിൽ മെസ്സി മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നിട്ട് ഒരു ട്രിബിള് നേടി വിചാരിച്ചോ, ആർക്കാവും അപ്പൊ ബാലൻഡോർ കിട്ടുക? ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്ക്. മെസ്സി ട്രിബിള് നേടി, മെസ്സി പ്രീമിയർ ലീഗിൽ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ച്, മെസ്സി 50 മുകളിൽ ഗോളുകൾ സ്കോർ ചെയ്ത്, മെസ്സിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളും മെസ്സി ചെയ്ത്. പ്രീമിയർ ലീഗിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിലെ ഏറ്റവും ടഫസ്റ്റ് ലീഗായ പ്രീമിയർ ലീഗിൽ ഇത്രയും ഗോളുകൾ അടിച്ച് അതിലത്തെ എല്ലാതും മെസ്സി ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളും മെസ്സി ചെയ്തു. അതേപോലെ അപ്പുറത്ത് ഹാളൻഡ് എന്ത് ചെയ്ത്, നോർവേനെ കൊണ്ട് വേൾഡ് കപ്പ് പിടിപ്പിച്ച് മെസ്സി ചെയ്ത ആ സംഭവങ്ങൾ ഹാളൻഡ് ചെയ്ത്. അതേപോലെ ഹാളൻഡ് ചെയ്ത എല്ലാ സംഭവങ്ങളും മെസ്സിയും ചെയ്ത്. നേരെ തിരിച്ചാലോചിക്കുക ഹൈപ്പോത്തറ്റിക്കലി. അപ്പൊ ആർക്കാവും ബാലൻഡോർ കിട്ടുക? 2023 ബാലൻഡോർ ആർക്കാവും കിട്ടുക? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ എല്ലാരും എന്ത് പറയും? മെസ്സി ചെയ്തത് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. മെസ്സി ലോകത്തിൽ തന്നെ ഏറ്റവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് ലീഗിൽ ഒന്നാണ് ടൈറ്റിൽ നേടി. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ടഫസ്റ്റ് ടൂർണമെന്റിൽ, അല്ലെങ്കിൽ കപ്പ് തലത്തിൽ ഏറ്റവും ടഫസ്റ്റ് ടൂർണമെന്റിൽ മെസ്സി എന്ത് ചെയ്ത് കപ്പടിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ബിൽഡ് ചെയ്യും. നേരം അപ്പുറത്ത് ഹാളൻഡ് വേൾഡ് കപ്പ് നേടി, അത് സംഭവം തന്നെയാണ്. പക്ഷെ വേൾഡ് കപ്പ് നേടി, അപ്പൊ അവരിങ്ങനെ തിരിച്ചു പറയും, വേൾഡ് കപ്പ് നേടിയോണ്ട് മാത്രം നമ്മൾ ബാലൻഡോർ കൊടുക്കണമെന്ന് അവർ തിരിച്ചു ചോദിക്കും. അതാണ് മെസ്സി ഫാൻസ്. മെസ്സി എന്ത് ചെയ്തോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെസ്സി എത്ര വലിയ കൊള്ള നടത്തിയോ, മെസ്സി എത്ര വലിയ പ്രശ്നം ചെയ്തോ, അതൊന്നും ഇവർക്കിതില്ല. മെസ്സി എന്ത് ചെയ്താലും അതിന് ന്യായീകരിക്കാൻ മെസ്സി ഫാൻസ് ഉണ്ടാവും. ഇതിൽ ആഡ് ചെയ്യണ്ട.